ഹലോ മക്കൾസ്, നമുക്ക് പഠിക്കാനുള്ള 5 യൂണിറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് 4ാമത്തെ യൂണിറ്റ്. അതിൽ 4ാമത്തെ യൂണിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയാൻ കാരണം അതിൽ നമുക്ക് 30% വരെയാണ് 40 മാർക്കിന്റെ ചോദ്യപേപ്പറിൽ 30% വരെ വെയിറ്റേജ് നമ്മൾ ഇതിൽ നിന്നാണ് 12 മാർക്ക് ഉണ്ട്. ഓക്കെ, അതിലാണ് 2 പാഠങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് ഗലീലിയോ എന്ന് പറയുന്ന ലേഖനവും പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്നുള്ളതും. എന്റെ മക്കൾ ഇത് 2 പഠിക്കാതെ ഒരു കാരണവശാലും പോയത്. 12 മാർക്ക് വരെയാണ് ഇതിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗലീലിയോ എന്ന് പറയുന്ന പാഠത്തിൽ നമുക്കൊരു പോസ്റ്റർ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. പോസ്റ്റർ തയ്യാർ കരേ എന്നാണ്. എന്താണ് ആ ചോദ്യം? 15 ഫെബ്രുവരി ഗലീലിയോ ദിവസ് ഹേ. മാലിനെ മനസ്സിലാക്കൂ. ഈ അവസരത്തിൽ ആപ്കെ സ്കൂൾ മേ, താങ്കളുടെ സ്കൂളിൽ വിജ്ഞാൻ പ്രദർശനി ഹോനെ വാല ഹേ, ശാസ്ത്ര പ്രദർശനം നടക്കാൻ പോകുന്നു. ഇസ്കെ പ്രചാർ കെ ലിയെ एक പോസ്റ്റർ തയ്യാർ കരുന്ന ചോദ്യം. പോസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാണ്. കാരണം ചോദ്യത്തിൽ തന്നെ നമുക്ക് 4ഓ 5ഓ വാക്കുകൾ നമുക്ക് വരികളായി എഴുതാനുണ്ടാവും. ഇവിടെ നോക്കൂ, ഫെബ്രുവരി 15 ഫെബ്രുവരി എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഗലീലിയോ ദിവസ് എന്നുള്ളത് നമുക്ക് പിന്നെ ചോട്ട് കൊടുക്കാം. മാലിലെ ആപ്കെ സ്കൂൾ മേ എന്നുള്ളത് നമുക്ക് ഹമാരെ സ്കൂൾ മേ ആക്കാം. വിജ്ഞാൻ പ്രദർശനി, പ്രോഗ്രാമിന്റെ പേര് ശാസ്ത്ര പ്രദർശനം, അതാണ് എഴുതേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് സബ്കാ സ്വാഗത് ആണ് നമ്മൾ പിന്നെ എഴുതേണ്ടത്. ഓക്കെ, സബ്കാ സ്വാഗത് ആണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് 5 വരിയായി. ഒന്ന് വിജ്ഞാൻ പ്രദർശനി എന്നായി, ഗലീലിയോ ദിവസ് എന്നുള്ള 2ാമത്തായി, ഹമാരെ സ്കൂൾ വന്ന് 3ാമത്തായി, 4ാമത്തത് വിജ്ഞാൻ പ്രദർശനി എന്നുള്ളതായി, 5ാമത്തത് സബ്കാ സ്വാഗത്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സമയവും വെക്കണം, പിന്നെ ഒരു ഉദ്ഘാടനം വെച്ചാൽ അങ്ങനെ ഒരു പോസ്റ്റർ. അത് വളരെ ഗംഭീരമായിട്ട് വലുതാക്കിയതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ പോസ്റ്റർ ഇങ്ങനെയാണ് മക്കളെ. നോക്കൂ, എന്താണ് 15 ഫെബ്രുവരി ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തു. ഗലീലിയോ ദിവസ് എന്നുള്ളത് നമ്മൾ അടുത്തത് കൊടുത്തു. വിജ്ഞാൻ പ്രദർശനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഹമാരെ സ്കൂൾ മേ, നമ്മുടെ സ്കൂളിൽ. പിന്നെ നമ്മൾ സബ്കാ സ്വാഗത് എഴുതുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടൊരു പരിപാടി നടക്കുന്ന സമയത്ത് സബേരെ 10 ബജെ, രാവിലെ 10 മണി വെക്കാം. ഉദ്ഘാടക് ബഹു പ്രധാന അധ്യാപക് എന്നൊരു കാര്യം കൊടുക്കുക. എന്നിട്ട് ഡാഷ് സ്കൂൾ വിജ്ഞാൻ ക്ലബ്ബ്. ഈ ഡാഷ് എന്നുള്ളത് സ്കൂളിന്റെ പേരാണ്. അവിടെ സ്കൂളിന്റെ പേര് വേണമെന്നില്ല. ഡാഷ് സ്കൂൾ വിജ്ഞാൻ ക്ലബ്ബ്, സ്കൂൾ സയൻസ് ക്ലബ്ബ് എന്നാണ്. വിജ്ഞാൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സയൻസ് ക്ലബ്ബ്. എന്നിട്ട് GVHSS ഡാഷ് എന്ന് എഴുതി വെക്കുക. ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 മാർക്കാണ് മക്കളെ. ഓക്കെ, മറക്കരുത്.